കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിൽ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അതിൻ്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കനത്ത തിരിച്ചടിയായിരിക്കും BJPക്കും UDFനും കേരളത്തിലുണ്ടാവുക എന്നാണ് പൊതുവിൽ കാണാൻ കഴിയുന്നത്. അതായത് ജനത നല്ല രൂപത്തിൽ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായി പഴയ ബോധത്തിൽ നിന്ന് ചെറിയൊരു മാറ്റത്തിലേക്ക് വരുന്നു എന്നുള്ളത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പ്രത്യേകതയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 5-10 വർഷമായി ഇടതടവില്ലാതെ ഇന്ത്യ രാജ്യത്തിലെ അധ്വാനിക്കുന്ന വിഭാഗം തൊഴിലാളികളും കൃഷിക്കാരും മറ്റിതര വിഭാഗങ്ങളും നടത്തിയിട്ടുള്ള നിരന്തരമായ പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഒരു ക്രമാനുഗതമായ മാറ്റം ജനങ്ങളിൽ, വോട്ടർമാരിൽ കാണാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളത് ആമുഖമായി സൂചിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. സഖാവ് ചന്ദ്രൻ അനുസ്മരണം ജില്ലാ സെക്രട്ടറി ഇവിടെ നടത്തും. അനുബന്ധമായ സഖാവ് കൃഷ്ണദാസും മറ്റ് നേതാക്കളും സൂചിപ്പിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. മേഡയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ എല്ലാ വർഷവും നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് എങ്കിൽ പോലും വീണ്ടും 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 ഓർമ്മപ്പെടുത്തേണ്ടതാണ് മേഡേ എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ലോകത്തിൻ്റെ ഗതിയെ മാറ്റിയ ഒരു പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം. 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിന് രൂപം കൊടുത്ത സമയത്ത് മഹാനായ മാർക്സും ഏംഗൽസും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തെ മാറ്റിമറിക്കാൻ ഒരു പ്രത്യയശാസ്ത്രവും ആ പ്രത്യയശാസ്ത്രത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ഒരു വർഗത്തെയും ഈ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയും ശാസ്ത്രീയമായി അതിൻ്റെ സാധുത്വം ലോകത്തിൻ്റെ മുമ്പിൽ സ്ഥാപിക്കുകയും ചെയ്തതാണ് മാനിഫെസ്റ്റോ. മുതലാളിത്തത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കുള്ള പരിവർത്തനം അനിവാര്യമാണ് എന്നും അത് തൊഴിലാളി വർഗത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും സ്ഥാപിച്ചതാണ് മാർക്സിസം. അതിന് രൂപം കൊടുക്കുന്ന സമയത്ത് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രവും നമ്മുടെ ലോകത്തുണ്ടായിരുന്നില്ല.
ഉൽപാദന ശക്തികളുടെ വളർച്ച ഉൽപാദന ബന്ധങ്ങളെ തട്ടിമാറ്റി മുതലാളിത്തത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു പുതിയ ശിശു, സോഷ്യലിസം എന്ന് പറയുന്ന ശിശു രൂപം കൊള്ളുമെന്നും അതിന് ഈ ലോകത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്നും ശാസ്ത്രീയമായി പ്രവചിച്ച ആ ദർശനമാണ്, ആ മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ലോകത്തിലെ തൊഴിലാളി വർഗത്തിന് ഒരാത്മവിശ്വാസം നൽകിയത്. ഞങ്ങൾ അനാഥരല്ല എന്ന് ബോധ്യപ്പെട്ടത്.